ഗുഡ് മോർണിംഗ് മക്കളെ. നമ്മൾ കണ്ടിന്യൂഷൻ ആണ്. പേജ് നമ്പർ 21, ക്വസ്റ്റ്യൻ നമ്പർ 4. ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ വരുന്നത് കേട്ടോ. കാരണം മറ്റേതൊക്കെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്നത് സിമ്പിളാണ്. അതൊക്കെ 2 മാർക്കിനൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. ഇതൊക്കെ എപ്പോഴും വരുന്നതാണ്. Is 101 is a 101 is a term in arithmetic sequence 13, 24, 35. What about 1001? സീക്വൻസ് തന്നിട്ടുണ്ട്. ഓക്കെ, അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സീക്വൻസ് ഇസ് ഈക്വൽ ടു 13, 24, 35. എന്താണ് അരിത്തമെറ്റിക് സീക്വൻസ്? ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് എ കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസ് ഉണ്ട് അരിത്തമെറ്റിക് സീക്വൻസിന്. കോമൺ ഡിഫറൻസ് ഇല്ലാത്ത സീക്വൻസ് ഉണ്ട്, അതിൻ്റെ പേരാണ് നമ്പർ സീക്വൻസ്. അപ്പോൾ ഇതിന് കോമൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് എങ്ങനെ നമ്മൾ കാണും? അടുത്തടുത്തുള്ള രണ്ട് സംഖ്യകൾ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ഒന്നി 24 മൈനസ് 13, അല്ലെങ്കിൽ 35 മൈനസ് 24. അപ്പോൾ 11 കിട്ടി. ഓക്കെ, ഇത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 101 ഇതിലെ ടേം ആണോ എന്ന്. ഏത് സീക്വൻസിലെ? ഇതിലെ നമ്മൾ ഇരുന്ന് എഴുതുവോ മൊത്തം 101 വരുന്നവരെ? അടുത്ത ചോദിച്ചിരിക്കുന്നത് 1001 ആണോ? അപ്പൊ ഇല്ല, നമുക്ക് മാർഗങ്ങളുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നറിയാം? ആദ്യം നമ്മളോട് ചോദിച്ചിരിക്കുന്ന സംഖ്യ 101 നമ്മുടെ ഫസ്റ്റ് ടേം, സീക്വൻസിലെ ഫസ്റ്റ് ടേം അത് സബ്ട്രാക്ട് ചെയ്തേ. 101 13 സബ്ട്രാക്ട് ചെയ്താൽ 88 ആണ് അല്ലേ? അപ്പൊ നമുക്ക് 88 എന്ന് കിട്ടി കേട്ടോ. സ്റ്റെപ്പുകൾ ശ്രദ്ധിച്ചോണേ. ഇതിൽ നിന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്തു 88. ആ 88നെ നമ്മൾ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ, അതായത് ഇതിന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ, അതല്ലേ അതിൻ്റെ അർത്ഥം. 11 × 8 ആണ് 88. അതായത് 11ന്റെ മൾട്ടിപ്പിൾ ആണ്. അല്ലെ വേറെ രീതിയിൽ പറഞ്ഞാൽ നമ്മുടെ ഈ ഡിഫറൻസിനെ നമുക്ക് നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ, therefore it is 101 is a term ഏത് ഇൻ ദി സീക്വൻസ് എന്ന് പറയാം. അതായത് ഇത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതായത് നമ്മുടെ ഏതിനോട്? ഈ 88നോട് അല്ല, 11 കോമൺ ഡിഫറൻസിന്റെ 8 ടൈംസിനോട്. കോമൺ ഡിഫറൻസിന്റെ 8 ടൈംസ് എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ് 11, അതിന്റെ 8 ടൈംസിനോട് നമ്മുടെ ഫസ്റ്റ് സീക്വൻസിലെ ഫസ്റ്റ് നമ്പർ ആഡ് ചെയ്യുന്നതായിരിക്കും. 11 × 88, 88 പ്ലസ് 13 ആണ് 101 നമ്മുടെ ചോദിച്ചിരിക്കുന്ന സംഖ്യ. ഇത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇത് സബ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ നമ്പർ. ഈ നമ്പർ 101 ഈസ് എ നമ്പർ ഇൻ ദി സീക്വൻസ്. അത് എത്രാമത്തെ നമ്പരും എന്ന് പറയാം. ഇത് അതിന്റെ പൊസിഷൻ വരെ നമുക്ക് പറയാൻ പറ്റും. അതിന്റെ പൊസിഷൻ എത്രയാണെന്ന് അറിയാവോ? നമുക്ക് ഇവിടെ ഡിവൈഡ് ചെയ്തപ്പോൾ എത്രയാണ് കിട്ടിയത്? 8 അല്ലേ? 8 ആണെങ്കിൽ 9th പൊസിഷൻ ആയിരിക്കും. അതായത് പൊസിഷൻ ഓഫ് 101ന്റെ പൊസിഷൻ ഈ സീക്വൻസിലെ 9th പൊസിഷനിലുള്ള നമ്പർ നമ്മൾ എഴുതി നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടും 9th പൊസിഷൻ. ഇതല്ലേ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, അങ്ങനെ എഴുതി വരുമ്പോൾ 9th പൊസിഷനിലുള്ള ആളാണ് 101. അപ്പൊ പൊസിഷൻ വരെ മനസ്സിലായി. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ അതിലൂടെ 1 ആഡ് ചെയ്താൽ മതി. മനസ്സിലായില്ലേ? ഇനി നമുക്ക് ഒരെണ്ണം കൂടെ കണ്ടുപിടിക്കാനുണ്ട്. നമുക്ക് 1001 ആണോ എന്ന് അവർ ചോദിച്ചിരിക്കുന്നത്. സെയിം മെത്തേഡ് നമുക്ക് നോക്കാം. 1001. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 1001 നമ്മുടെ ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്യുക. 1001 ഫസ്റ്റ് ടേം സബ്ട്രാക്ട് ചെയ്ത് 11, 8, 3, 11. ഇവിടെ 9, 9 1 പോകെ 8, ഇവിടെ 9, 988. ശരിയല്ലേ? ഓക്കെ, 988 കിട്ടി. നമ്മൾ എന്ത് ചെയ്യണം? 988നെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കാൻ പോവുക. 11, 8, 88, 0, 1, 108, 18. പൂർണ്ണമായിട്ടും പറ്റിയോ? ഇല്ല. നമുക്ക് റിമൈൻഡർ വന്നു 9. ഇത്രയേ ഉള്ളൂ. അപ്പൊ റിമൈൻഡർ വന്നു. അപ്പൊ പറ്റുമോ? അപ്പൊ ഇല്ല. അപ്പൊ ഇതിന്റെ ആൻസർ എത്രയാണ്? ശരിക്കും പറഞ്ഞാൽ 89. ഇത്രയും മതി. നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ ആൻസർ എഴുതേണ്ട ആവശ്യമില്ല. വേണേ എഴുതുക. എന്തെഴുതാ മതി? cannot divided by 11. ഇപ്പൊ എന്താ എഴുതാം? 988
cannot be divided by 11. 11 കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. പോയിന്റ് ഒക്കെ കൊടുത്ത് വേണം അങ്ങനെ പോകാൻ പറ്റും. നമുക്ക് പൂർണ്ണമായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് എന്നാ പറയാം, 1001 ഈസ് നോട്ട് എ ടേം. ഇത്ര എഴുതിയിട്ടിട്ട് cannot be divided by 11 എഴുതിയാൽ മതി. അപ്പൊ എഴുതാം, എന്നിട്ട് പറയാം therefore 1001 is not a term in this sequence. അപ്പൊ മനസ്സിലായോ? എളുപ്പമല്ലേ? ഒരു സീക്വൻസ് തന്നിട്ട് ഒരു ടേം അതിലെ ആണോ എന്ന് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമാണ്. ഒന്നുമില്ല, കോമൺ ഡിഫറൻസ് കാണുക, ആ ടേം ഫസ്റ്റ് ടേമുമായിട്ട് സബ്ട്രാക്ട് ചെയ്യുക, അതിനെ നമ്മുടെ കോമൺ ഡിഫറൻസ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. പൂർണ്ണമായിട്ടും പറ്റുമെങ്കിൽ ഇറ്റ്സ് എ ടേം. സിമ്പിൾ അല്ലേ മക്കളെ? എന്താ എളുപ്പമായിട്ടുള്ള പ്രോബ്ലംസ് അല്ലേ? പക്ഷെ ആദ്യം ചെയ്യുമ്പോൾ ഇച്ചിരി പാടായിട്ട് തോന്നും. ഞാനൊക്കെ ആദ്യം ചെയ്തപ്പോൾ ഇച്ചിരി പാടായിരുന്നു. കുഴപ്പമില്ല, ഇപ്പം നിങ്ങൾ പഠിക്കും. കാണുക, 2 പ്രാവശ്യം ഒന്ന് കണ്ടിട്ട് തന്നെ ഒന്ന് ചെയ്ത് നോക്കിയേ. ഇനി നമുക്ക് ഇതിന്റെ ഇഷ്ടംപോലെ എക്സസൈസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ സിമ്പിളായിട്ട് അത് പഠിച്ചോളൂ കേട്ടോ മക്കളെ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും. ഓക്കെ, താങ്ക് യു.